കോഴിക്കോട് ചെന്നൈ മംഗലാപുരം ട്രെയിനിൽ ഇന്നലെ വലിയൊരു കൊള്ള നടന്നിരുന്നു. യാത്രക്കാരുടെ കയ്യിലുണ്ടായിരുന്ന 50 ലക്ഷം രൂപ വില വരുന്ന ഡയമണ്ടും സ്വർണ്ണാഭരണങ്ങളുമാണ് മോഷ്ടിക്കപ്പെട്ടത്. മോഷ്ടാക്കളെ അല്പസമയം മുമ്പ് കയ്യോടെ പൊക്കി പോലീസ്. ഹരിയാന സ്വദേശികളായ 4 പേരാണ് പിടിയിലായത്. എവിടെ നിന്ന് എങ്ങനെയാണ് ഇവരെ പിടികൂടിയത്? വിശദമായി പറയും അഞ്ജന സുകുമാരൻ. ചെന്നൈ എക്സ്പ്രസിൽ വന്നിറങ്ങിയ കൊയിലാണ്ടി സ്വദേശികളിൽ നിന്നാണ് ഈ പ്രതികൾ സ്വർണം മോഷ്ടിച്ചത്. 4 പ്രതികളാണ് ഇപ്പോൾ പോലീസിന്റെയും അതോടൊപ്പം തന്നെ RPF സംയുക്തമായി നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായി ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഇവർ 4 പേരും ഹരിയാന സ്വദേശികളാണ്. 50 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വില വരുന്ന സ്വർണ്ണമാണ് ഇവരിൽ നിന്നും മോഷ്ടിച്ചെടുത്തിട്ടുള്ളത്. ഇന്നലെ രാവിലെ ചെന്നൈ എക്സ്പ്രസ് കൊയിലാണ്ടിയിലെത്തിയ സമയത്തായിരുന്നു ഈ മോഷണം നടന്നത്. കൊയിലാണ്ടി സ്വദേശികളായ അബ്ദുൾ നാസറിന്റെ വീട്ടിൽ ബാഗിൽ ഉണ്ടായിരുന്ന സ്വർണ്ണമാണ് ഇവർ മോഷ്ടിച്ചെടുത്തത്. ഏതായാലും ഇവർ ഈ ഒരു കളവ് നടത്തുന്ന ഒരു സംഘം ആണെന്നാണ് പോലീസും അതോടൊപ്പം തന്നെ RPFും പറയുന്നത്. വീട്ടില് 8:10 8:15 എത്തിയല്ലോ. എത്തിയപ്പോഴും വീട്ടിൽ പോയി. വീട് നേരെ ഓപ്പോസിറ്റാണ്. 15 മിനിറ്റ് കൊണ്ട് തന്നെ ഇവള് ബാഗിൽ തുറന്ന് ഡ്രസ്സെല്ലാം എടുത്ത് മാറ്റുന്നത് ഒന്നും ആ ഡ്രസ്സൊന്നും അനങ്ങിയിട്ടില്ല. അപ്പോൾ ഈ ബാഗ് കറക്റ്റായിട്ട് എടുത്തിരിക്കുന്നത്. ഈ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് സഹായിക്കാൻ എന്ന ഭാവേന ഇവർ വരികയായിരുന്നു അടുത്തേക്ക്. അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ പെട്ടി എടുക്കാൻ സഹായിച്ച് പെട്ടി ബാക്കിലേക്ക് വെച്ച്. അപ്പോൾ ഇറങ്ങുന്ന ഹരിയിൽ ഞാൻ രണ്ടാമത്തെ പെട്ടി എവിടെ പുറത്തേക്ക് വന്നപ്പോൾ ഈ പെട്ടി മറവിലാവുള്ളത്. ഇപ്പോൾ ഇവര് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ടീം ഇത്രയും സമയം വേണ്ടെന്നാണ് പറയുന്നത്. ഈ കല്യാണ ആവശ്യത്തിനുമായിട്ട് കൊണ്ടുവന്ന സ്വർണ്ണമായിരുന്നു. ഞങ്ങൾ ഇടാൻ വേണ്ടിയിട്ട് വന്ന മക്കളും എല്ലായിട്ട് വെറുതെ അവർ ഇന്നലെ ഇല്ല. ഞാനും ഭാര്യയും മാത്രമേ ഉള്ളൂ. 3 ദിവസം കല്യാണമാണ്. ഇന്നലെ കല്യാണം നടന്നുകൊണ്ടിരിക്കുന്നത്. നഷ്ടപ്പെട്ട സ്വർണ്ണം എല്ലാം ഇപ്പൊ തിരിച്ചു കിട്ടി. 100% കിട്ടി. അതാണ് അതിൽ വലിയൊരു സന്തോഷം. കേന്ദ്രീകരിച്ച് മാത്രം മോഷണം നടത്തുന്ന ഒരു സംഘമാണ് ഇപ്പോൾ പോലീസിന്റെയും അതോടൊപ്പം തന്നെ RPFിന്റെയും വലയിലായിരിക്കുന്നത്. ഇവർ 4 പേരാണുള്ളത്. ഇവർ ഹരിയാന സ്വദേശികളാണ്. ഈ സാസി എന്ന് പറഞ്ഞ ഒരു തിരുട്ട് ഗ്രാമം പോലെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് ഹരിയാനയിൽ. അവിടെ ഉള്ള ആളുകളാണ് ഇപ്പോൾ പോലീസിന്റെ വലയിലായിരിക്കുന്നത്. ഇന്ന് ആണ് ട്രെയിനിൽ നിന്ന് ഇവരെ പിടികൂടിയത്. കൊയിലാണ്ടിൽ ഇറങ്ങുന്ന സമയത്ത് ബാഗ് എടുത്തു വെച്ചു കൊടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തതാണ്. ആ സമയത്ത് ഇതാണ് അതിന്റെ ടൂൾസ്. ഇത് വെച്ച് അവർ സിബ് അകത്തി ഈ അതിൻ്റെ മുകളിലിരുന്നൊരു പൗച്ച് എടുക്കുകയാണ് ചെയ്തത്. ഇവർ പല വണ്ടികളിലും റിസർവ് ചെയ്ത് പോയി. അവർ ഓപ്പറേഷൻ സക്സസ് ആയ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങും, ഫ്ലൈറ്റിന് പോകാം, വേറെ ട്രെയിനിന് റിസർവ് ചെയ്ത് പോകാം. അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെ വിശദമായി ഇവിടുന്ന് വന്ന് ചോദ്യം ചെയ്തപ്പോൾ അവരൊന്നും ഈ സാധനങ്ങൾ കണ്ടെത്തുകയും പരാതിക്കാർ ഈ സാധനങ്ങൾ അവരുടെ നഷ്ടപ്പെട്ടതായ സാധനങ്ങൾ കണ്ട് തിരിച്ചറിയുകയും ചെയ്തിട്ടുള്ളതാണ്. വയസ്സായ അതോടൊപ്പം തന്നെ VIP ആയ ആളുകളെ അവർ AC കോച്ചുകളിൽ യാത്ര ചെയ്യുമെന്നുള്ളത് അവർ നേരത്തെ കണ്ടുകൊണ്ട് ഈ മെറ്റൽ ഡിറ്റക്ടർ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഉപകരണം ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നിരിക്കാം എന്നുകൂടെ പറയുന്നുണ്ട്. അത്തരത്തിലുള്ള ആളുകളെ ലൊക്കേറ്റ് ചെയ്ത് അങ്ങനെയാണ് ഇവർ ഈ മോഷണം നടത്തുന്നത്. ഇറങ്ങാൻ നേരം ഇവരുടെ സഹായിക്കാൻ, ലഗേജുമായി പോകുന്ന ആളുകളെ സഹായിക്കാൻ എന്ന വ്യാജേന അടുത്തേക്ക് വരും. എന്നിട്ട് സെക്കൻഡുകൾ കൊണ്ടാണ് ഇവർ ഈ വസ്തു അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നത്. ഏതായാലും വലിയൊരു സംഘമാണ് ഇപ്പോൾ വലയിലായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഏതായാലും നടന്നു വരികയാണ്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.